നമ്മളിപ്പോൾ ആസ്വദിച്ചൊരു വീഡിയോ കാണുമായിരിക്കും, യൂട്യൂബിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു വീഡിയോ കാണുമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികളുടെ അടുത്തൊക്കെ ഗൂഗിൾ മീറ്റ് തുറന്ന് വെച്ചേക്കും. അങ്ങനെ നേരം നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് ഓൺലൈൻ ക്ലാസ്സൊക്കെ ആണെന്നിട്ട് സ്ക്രീനിൽ ടച്ച് ചെയ്ത് ഓലിങ്ങനെ കളിക്കുമല്ലോ. അതുപോലെ നമ്മൾ എന്തെങ്കിലും കാണുന്ന നേരം അറിയാണ്ട് ടച്ച് ചെയ്ത് പോയാൽ റീഡയറക്റ്റ് ആയിട്ട് മറ്റേടെങ്കിലും പോകും. ഇങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ടച്ച് മാത്രം ഒന്ന് ലോക്ക് ചെയ്യുക ആവശ്യമുള്ള സമയത്ത്. അതെങ്ങനെ ചെയ്യുക? അടിപൊളി പരിപാടിയാണ്. അതിന് ടച്ച് ലോക്ക് എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തോ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇത് ഓപ്പൺ ചെയ്തിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യില്ല, ഓവർലേ പെർമിഷൻ കൊടുക്കണം, അത് മാത്രം കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ വന്ന് വരിക, ഇവിടെ മേലെ തന്നെ ഒരു ബട്ടൺ കാണാം, ഈ ബട്ടൺ ഒന്ന് ഓണാക്കി കൊടുക്കുക. അത് ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ കാണാം നോട്ടിഫിക്കേഷൻ പാനലിൽ ഇവിടെ 2 പൂട്ടിൻ്റെ ഐക്കൺ വന്ന് കണ്ടോ, അതിൽ ഒന്നാമത്തെ ഞെക്കി കൊടുത്താൽ കംപ്ലീറ്റ് ലോക്കായി. പിന്നെ ഇതൊന്നും നീങ്ങിയല്ല. പക്ഷേ ബാക്ക് ബട്ടൺ, ഹോം ബട്ടൺ, റീസെന്റ് ബട്ടൺ, ഈ മൂന്ന് ബട്ടണും, അതായത് നമ്മളെ നാവിഗേഷൻ ബാറിലുള്ള ബട്ടൺസ് ഒക്കെ വർക്ക് ചെയ്യും. വേറെ സ്ക്രീനിൽ ടച്ചിൽ ഒന്നും വർക്ക് ചെയ്യല. ഇനി അത് ഓപ്പൺ ആണെങ്കിൽ ഒന്നുകൂടി രണ്ടാമത്തെ ആ പൂട്ടിൻ്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആയി. കണ്ടാ, ലോക്ക് ആക്കിയിട്ട് കഴിഞ്ഞാൽ ഒന്നും വർക്ക് ചെയ്യല. കണ്ടാ, ലോക്ക് തുറന്നാൽ എല്ലാം വർക്ക് ചെയ്യും. അപ്പം അത്യാവശ്യ സമയത്തൊക്കെ ഇങ്ങനെ ടച്ച് ലോക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് കൂളായിട്ട് ഫോൺ ഉപയോഗിക്കാം. വീഡിയോ ഒക്കെ കാണുന്ന നേരം കൂളായിട്ട് കാണാൻ, വേറെ ഒന്നും ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട്. അടിപൊളി പരിപാടിയല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.